ആഗ്രഹിക്കുന്നത് ചേകവൻ എന്ന് പറയുന്നൊരു സിനിമ ചെയ്യാനായിരുന്നു. അത് ന്യൂ ഫേസസിനെ വെച്ച് ചെയ്യാനായിരുന്നു. അതിൻ്റെ സ്ക്രീൻ പ്ലേ ഞാനും രാജോസും ഡിസൈഡ് ചെയ്തിരുന്നത് വേറൊരു സ്ക്രീൻ പ്ലേ ആയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ അത് ചെയ്യാൻ സാധിച്ചില്ല. അത് പിന്നീട് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി രസികൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് സാമ്പത്തികമായൊരു വിജയമായിരുന്നില്ല. പിന്നീട് അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയെങ്കിലും എഴുതണം, ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ അവസരങ്ങളൊന്നും വേണ്ടാന്ന് വെച്ച് എനിക്ക് കിട്ടിയ അടുത്ത ഒരു ജോബ് ഓഫർ സ്വീകരിച്ച് ദുബായിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തൊരു കാര്യം, ഇനി സിനിമയിലേക്ക് ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാനത് പോയത്. അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തൊരു കാര്യം, തിരിച്ചെന്തെങ്കിലും സിനിമയിൽ വരാനുള്ളൊരു അവസരം കിട്ടിയാൽ സിനിമ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു രീതിയിലുള്ള സിനിമകൾ ചെയ്യണം എന്ന ആഗ്രഹമായിരുന്നു. അത് ഇപ്പോൾ 22 വർഷം കഴിഞ്ഞു രസികൻ കഴിഞ്ഞതിന് ശേഷം. ഇപ്പോഴും ഞാനത് പാലിക്കുന്നു എന്നതുകൊണ്ടാവാം ഈ ഒരു വർഷം തന്നെ 6-7 സിനിമ ചെയ്യുന്ന മലയാളത്തിൽ നടന്മാരുടെ ഇടയിൽ നമ്മൾ വ്യത്യസ്തം നിൽക്കുന്നത് അതുകൊണ്ടാണ്. അത് സത്യം പറഞ്ഞാൽ അതിൽ എഴുത്തിന് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് സത്യത്തിൽ ബാക്കിയുള്ള ആക്ടിങ് ഓഫേഴ്സ് എടുക്കുന്നതിനുള്ള വിലയും ഒരുപാട് വലിയ ഗ്യാപ്സ് ഒക്കെ വരുന്നതുകൊണ്ടാണ് അറിയുന്നത്. പുള്ളി വളരെ കുറച്ച് സാഹിത്യം എഴുതുന്ന ഒരു വ്യക്തിയാണ്. അതിനാൽ അത് സാഹിത്യ ശാഖയിലേക്ക് തിരിച്ചുവിടാതെ സിനിമയുടെ മേഖലയിൽ തന്നെ എഴുതുന്നത് മാതൃഭൂമിക്ക് മുരളി എഴുതാറുണ്ട്. എനിക്ക് പത്മരാജൻ സാറിന് എഴുതാൻ എഴുതിയെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം കൂടുതൽ ചെറുകഥകളിലേക്കോ നോവലുകളിലേക്കോ